കേസിൽ പിടിയിലായ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ഓംപ്രകാശിനെതിരായ കേസ് മലയാള സിനിമാ താരങ്ങളിലേക്കും. ഓംപ്രകാശിന്റെ മുറിയിൽ സിനിമാ താരങ്ങളായ ശ്രീനാഥ് ബാസിയും പ്രയാഗ മാർട്ടിനും എത്തിയിരുന്നതായി പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട്. കൊച്ചിയിൽ ഇയാൾ ബുക്ക് ചെയ്ത മുറിയിൽ 20ഓളം പേർ എത്തിയിരുന്നതായും പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ബോബി ചലപതി എന്നയാളുടെ പേരിലാണ് മുറി ബുക്ക് ചെയ്തത്. മുറിയിലെത്തിയ ആളുകളെ ചോദ്യം ചെയ്യണമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ ആവശ്യം. കേസിൽ പ്രതി ഓംപ്രകാശിനും മുഖ്യപ്രതി ഷിഹാസിനും കോടതി ജാമ്യം അനുവദിച്ചു. നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ ആദ്യ ദിനം സംഘർഷത്തിലും കയ്യാങ്കളിയിലും അവസാനിച്ചു. പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കർ ഡയസിന് മുകളിൽ കയറി. ഇതോടെ അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് നിൽക്കാതെ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദ ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലെ മലപ്പുറം പരാമർശം സംബന്ധിച്ച ചർച്ചയാണ് സംഘർഷത്തിൽ കലാശിച്ചത്. നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വിജയി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുടങ്ങിയ കാരിച്ചാൽ ചുണ്ടൻ തന്നെയെന്ന് അപ്പീൽ ജൂറി കമ്മിറ്റി. വിധി നിർണയത്തിൽ പിഴവില്ലെന്ന് അപ്പീൽ ജൂറി കമ്മിറ്റി തീരുമാനമറിയിച്ചു. 0.005 മൈക്രോ സെക്കൻഡിന്റെ വ്യത്യാസത്തിലാണ് കാരിച്ചാൽ വിയ്യപുരം ചുണ്ടനെ പരാജയപ്പെടുത്തിയതെന്ന് അപ്പീൽ ജൂറി കമ്മിറ്റി അറിയിച്ചു. മുഖ്യമന്ത്രിയുടെയും സ്പീക്കറുടെയും ഓഫീസ് കേന്ദ്രീകരിച്ച് ഗൂഢാലോചന നടന്നെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. വിവാദ ചോദ്യങ്ങൾ നിയമസഭയിൽ എത്താതിരിക്കാൻ ഇടപെട്ടെന്നാണ് വിമർശനം. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം മനഃപൂർവ്വമാണെന്നും സതീശൻ ആരോപിച്ചു. RSS അജണ്ട PVയുടെ സ്ക്രിപ്റ്റ് എന്നെഴുതിയ ബാനറുമായി പ്രതിപക്ഷം സഭയുടെ അകത്തും പുറത്തും പ്രതിഷേധിച്ചു. സ്പീക്കറിന്റെയും സർക്കാരിന്റെയും ഭാഗത്തു നിന്ന് ദൗർഭാഗ്യകരമായ നടപടിയാണ് നിയമസഭയിൽ ഉണ്ടായതെന്നും വി.ഡി. സതീശൻ വിമർശിച്ചു. PV അൻവറിന്റെ പൊളിറ്റിക്കൽ DNA പരിശോധിക്കണമെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. ഒരു നിലവാരവുമില്ലാത്ത ആരോപണങ്ങളാണ് അൻവറിന്റേത്. അൻവർ പിച്ചും പേയും പറയുകയാണ്. CPIMന്റെ രാഷ്ട്രീയ എതിരാളിയാവാനുള്ള ഒരർഹതയും അൻവറിനില്ലെന്നും EN സുരേഷ് ബാബു ആരോപിച്ചു. ബലാത്സംഗ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യാൻ ഹാജരായ നടൻ സിദ്ദിഖ് മടങ്ങി. 2.5 മണിക്കൂറിന് ശേഷമാണ് സിദ്ദിഖ് മടങ്ങിപ്പോയത്. എന്നാൽ ബലാത്സംഗ കേസിൽ ഇന്ന് വിശദമായ ചോദ്യം ചെയ്യൽ നടന്നിട്ടില്ലെന്ന് പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കി. ചില രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും സിദ്ദിഖ് ഹാജരാക്കിയില്ല. അക്കാര്യങ്ങൾ ചോദിച്ചതല്ലാതെ മൊഴിയെടുപ്പിലേക്ക് കടന്നില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിശദീകരണം. ഈ മാസം 12 ശനിയാഴ്ച വീണ്ടും ഹാജരാകാനും സിദ്ദിഖിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസിലാണ് സിദ്ദിഖ് ഹാജരായത്. ലൈംഗിക അതിക്രമ പരാതിയിൽ ചോദ്യം ചെയ്യലിന് ഹാജരാവണമെന്നാവശ്യപ്പെട്ട് നടൻ ജയസൂര്യക്ക് നോട്ടീസ്. ചോദ്യം ചെയ്യലിനായി 15-ാം തീയതി തിരുവനന്തപുരം കൺട്രോൾമെന്റ് പോലീസിന് മുൻപാകെ ഹാജരാവാനാണ് നിർദ്ദേശം. ആലുവ സ്വദേശിനിയായ യുവതി നൽകിയ പരാതിയിലാണ് പോലീസിന്റെ നടപടി. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. തെക്കൻ കേരളത്തിന് മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ഭൂമിക്ക് പകരം ജോലി വാഗ്ദാനം, കള്ളപ്പണിടപാട് കേസുകളിൽ ബീഹാർ മുൻ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവിന് ജാമ്യം. ലാലു പ്രസാദ് യാദവിനൊപ്പം മക്കളായ തേജസ്വി യാദവിനും തേജ് പ്രതാപ് യാദവിനും ദില്ലി റൌസ് അവന്യൂ പ്രത്യേക കോടതി ജാമ്യം അനുവദിച്ചു. RJD നേതാക്കൾ 3 പേരും 1 ലക്ഷം രൂപയുടെ വീതം ആജാമ്യം നൽകണമെന്നാണ് വിചാരണ കോടതിയുടെ വ്യവസ്ഥ. ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പിൽ BJP വിരുദ്ധ മുന്നണി അധികാരത്തിലെത്തുമെന്ന് നാഷണൽ കോൺഫറൻസ് അധ്യക്ഷൻ ഫറൂഖ് അബ്ദുള്ള. ഇക്കുറി തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന് ഇന്ത്യ മുന്നണിക്ക് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിനൊപ്പം ചേരാൻ PDP ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരുടെയും പിന്തുണ സ്വാഗതം ചെയ്യുന്നുവെന്നും ഫറൂഖ് അബ്ദുള്ള പറഞ്ഞു. 2024 നൊബേൽ പുരസ്കാരം പ്രഖ്യാപിച്ചു. വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാരം അമേരിക്കൻ ഗവേഷകരായ വിക്ടർ ആബ്രോസിനും ഗാരി റുക്കൂനിനും ലഭിച്ചു. മൈക്രോ RNA കണ്ടെത്തലിനാണ് അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. സ്വീഡനിലെ കലോൾസ്ക ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ നൊബേൽ അസംബ്ലിയാണ് പുരസ്കാര ജേതാക്കളെ തിരഞ്ഞെടുത്തത്. ശ്രീലങ്കൻ മുൻ ക്യാപ്റ്റനും ഓപ്പണറുമായ സനത് ജയസൂര്യയെ ടീമിന്റെ സ്ഥിരം പരിശീലകനാക്കി നിയമിച്ചു. 2026 മാർച്ച് 31 വരെയുള്ള കരാറിൽ അദ്ദേഹം ഒപ്പുവെച്ചു. 2026 T20 ലോകകപ്പിന്റെ അവസാനം വരെയാണ് ശ്രീലങ്കയുടെ ദേശീയ പുരുഷ ടീമിനെ ജയസൂര്യ പരിശീലിപ്പിക്കുക.